ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആത്മസഖി ആകാശവാണിയിൽ പങ്കെടുക്കാനായി ഇന്ന് സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് പ്രസിദ്ധ ബുൾബുൾ തരംഗ് വാദകൻ ശ്രീ ഉല്ലാസ് പൊന്നാടിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സംഗീതയാത്രയിലൂടെ അല്പദൂരം സഞ്ചരിക്കാം. ബുൾബുൾ തരംഗ് എന്ന സംഗീത ഉപകരണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ ബുൾബുൾ തരംഗ് ഉപയോഗിച്ച് പാടിയിട്ടുള്ള പാട്ടുകളും പരിചയപ്പെടാം. പരിപാടിയിലേക്ക് സ്വാഗതം. നന്ദി. ഈ സ്പെഷ്യൽ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതിന് വളരെ വളരെ നന്ദി. ബുൾബുൾ തരംഗ് എന്ന് പറയുന്നത് ശരിക്കും പാട്ടിന് അകമ്പടി സേവിക്കുന്ന ഒന്നാണോ? അതുകൊണ്ട് തന്നെ കച്ചേരികൾ നടത്താറുണ്ടോ? ബുൾബുൾ തരംഗ് എന്നുള്ള ആ ഉപകരണം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കേട്ടിട്ടുണ്ട് ധാരാളമെങ്കിലും ആദ്യമായിട്ട് കാണുകയാണ്. നമ്മുടെ ശ്രോതാക്കളിൽ സംഗീത ആസ്വാദകർക്ക് കുറച്ചൊക്കെ അപരിചിതമായിരിക്കും ചിലപ്പോൾ ഈ ഉപകരണം. പക്ഷെ സംഗീത മേഖലയിലുള്ളവർക്ക് ഒക്കെ ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. ഒന്ന് പറയാമോ ഇതിനെക്കുറിച്ച്? ബുൾബുൾ തരംഗ് എന്ന് പറഞ്ഞ വാദ്യോപകരണം താങ്കൾ പറഞ്ഞ പോലെ മ്യൂസിക്കൽ ക്രിയേഷൻസിൽ മാക്സിമം മ്യൂസിക്കൽ ക്രിയേഷൻസിലും ബുൾബുൾ തരംഗ് ഒരു അക്കോമ്പനിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ മലയാളത്തിലെ കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ക്രിയേറ്റീവ് വർക്കുകൾ നോക്കിയാലും, അതേപോലെ ഹിന്ദിയിൽ R.D. ബർമൻ്റെ ഫേവറേറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അവരെല്ലാവരും ഇതിനെ മ്യൂസിക്കൽ ഇൻ്റർലൂഡ്സോ ബിറ്റ്സ് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോളോ ആയിട്ടുള്ള കച്ചേരികൾ നമ്മൾ യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ സെർച്ച് ചെയ്താൽ വളരെ വളരെ വിരളമായിട്ടോ അപൂർവമായിട്ടേ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എന്നാൽ അത് ഒരു സോളോ ഇൻസ്ട്രുമെൻ്റായി ഡെഫിനറ്റ്ലി സ്റ്റേജിൽ ക്ലാസിക്കൽ ഫോർമാറ്റിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അനാലിസിസും എൻ്റെ ഒരു കോൺഫിഡൻസും. ശരിക്കും ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ ഭാഗമാണ്. ബുൾബുൾ തരംഗിൻ്റെ നമ്മൾ ഹിസ്റ്ററി എടുത്താൽ, ബുൾബുൾ തരംഗ് ജപ്പാനിലെ താഷോഗോട്ടോ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻ്റ് 1920s പഞ്ചാബിലേക്ക് വന്ന് പഞ്ചാബ് ഫോക്ക് സോങ്ങിലാണ് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചാബിലേക്ക് വന്നപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളിൽ കൂടി ഇൻസ്ട്രുമെൻറ്റിൻ്റെ എവല്യൂഷനിൽ കൂടി ഇൻസ്ട്രുമെൻറ്റ് മാനുഫാക്ചറേഴ്സിൻ്റെ എഫേർട്ട് കൊണ്ട് ഇന്ന് ഒരു നല്ല പെർഫെക്റ്റ് ടോൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലെവലിലേക്ക് നമുക്ക് അത് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റും. എവിടെയാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത്? നമ്മുടെ നാട്ടിലുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണം നടക്കുന്നത് ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2-3 സ്ഥലങ്ങളിലാണ്. ഒരു സെൻറ്റർ രാജസ്ഥാൻ ബേസ്ഡാണ്, ഏറ്റവും കൂടുതൽ മുംബൈ ബേസ്ഡാണ്, പിന്നെ കൽക്കട്ടയിലും ആ പരിസരത്തുള്ള കുറച്ച് മ്യൂസീഷ്യൻസും ഇത് മാനുഫാക്ചർ ചെയ്യുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ഉപകരണം ഉപയോഗിക്കുന്നത് രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഭജൻ സംഗമങ്ങളിലും, അതെല്ലാം മഹാരാഷ്ട്രയിലെ കുറച്ച് ബുൾബുൾ തരംഗ് ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന മ്യൂസീഷ്യൻസ് ഒരു കൂട്ടായ്മയുണ്ട്. അവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ ബുൾബുൾ തരംഗ് ഇത് പഠിക്കണമെന്നും ഇത് വായിക്കണമെന്നും ഒക്കെയുള്ള പ്രചോദനം എവിടെ നിന്നാണ് ഉണ്ടായത്? പ്രചോദനത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ വളരെ പുറകോട്ട് പോകണം. ഞാൻ ഈ ഇൻസ്ട്രുമെൻ്റ് എൻ്റെ അറിവിൽ ആദ്യമായിട്ട് വായിച്ചു തുടങ്ങിയത് ഞാൻ 5ാം ക്ലാസ്സിലായിരുന്നപ്പോഴാണ്. എൻ്റെ കുടുംബത്തിൽ സംഗീതത്തിൻ്റെ ഒരു പാരമ്പര്യം ഇല്ല. എനിക്ക് എവിടെ നിന്നോ സംഗീതത്തിൻ്റെ ഒരു അഭിരുചി കിട്ടി. അങ്ങനെ ഒരു ഘട്ടത്തിൽ സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹം വന്നു. അന്ന് സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആദ്യം എടുത്ത് വായിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ബുൾബുൾ തരംഗായിരുന്നു. അന്ന് എല്ലാ മ്യൂസിക് സ്റ്റോഴ്സിലും വളരെ വില കുറഞ്ഞ് എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ബുൾബുൾ തരംഗ്. അങ്ങനെയാണ് അതിലേക്കൊരു അഭിരുചി വന്നത്. അന്ന് ഞാൻ ഛത്തീസ്ഗഡിൽ ബിലാസ്പൂർ എന്ന് പറഞ്ഞ കുടുംബം അവിടെയായിരുന്നു. എൻ്റെ ഫാദർ അവിടെ റെയിൽവേസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് തുടങ്ങി. അന്ന് ബുൾബുൾ തരംഗ് നമ്മൾ ഒരു മ്യൂസിക് സ്റ്റോറിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ പഠിക്കാനുള്ള പുസ്തകം കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു 20 പേജുള്ള പുസ്തകം. അതിൽ ബുൾബുൾ തരംഗിൻ്റെ കീസിൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ നമ്പർ വെച്ചിട്ടുള്ള നോട്ടേഷൻ വെച്ചിട്ടുള്ള പാട്ടുകൾ എങ്ങനെയാണ് വായിക്കുക എന്നുള്ള ഒരു ഫോമാറ്റ് അതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്.
പിന്നെ കൂടുതൽ ശാസ്ത്രീയമായിട്ട് ഇത് പഠിക്കണമെന്ന് ഉള്ള തോന്നലുണ്ടായത് എപ്പോഴാണ്? അതൊരു വളരെ വലിയ കഥയാണ്. ഞാൻ ബുൾബുൾ തരംഗ് ഇതുപോലെ സെൽഫ് ടോട്ടാണ്. എൻ്റെ ബുൾബുൾ തരംഗ് ജേണി എനിക്ക് തോന്നുന്ന ഒരു 5 വർഷം മുമ്പ് വരെ കംപ്ലീറ്റ്ലി സെൽഫ് ടോട്ടാണ്. 9ാം ക്ലാസ് തൊട്ട് ഞാൻ സ്കൂളിലെ പ്രോഗ്രാംസിൽ ഒരു പാട്ട് വായിക്കുമായിരുന്നു. കോളേജിൽ ചെന്നപ്പോൾ അതുപോലെ തന്നെ ആനുവൽ ഫംഗ്ഷൻ ഒരു പാട്ട് വായിക്കും. ഏത് പാട്ടായിരുന്നു? അന്ന് വായിച്ചിരിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഹിന്ദി പാട്ടുകളാണ്. എൻ്റെ ഛത്തീസ്ഗഡിൽ വളർന്നത് കാരണം എൻ്റെ ഇൻട്രസ്റ്റ് കൂടുതലും ഹിന്ദിയിലായിരുന്നു. ആവാരാഹും ഒരു പാട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. മന്നാടിയുടെ കുറച്ച് പാട്ടുകൾ വായിക്കാറുണ്ട്. ലതാ മങ്കേഷ്കറിൻ്റെ കുറച്ച് സിമ്പിളായിട്ടുള്ള പാട്ടുകൾ വായിക്കാറുണ്ട്. അങ്ങനെയായിരുന്നു ആ ജേണിയുടെ തുടക്കം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ശാസ്ത്രീയമായിട്ട് ഇത് പഠിക്കാൻ, ശാസ്ത്രീയമായിട്ട് ബുൾബുൾ തരംഗിലേക്ക് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഹിസ്റ്ററി പറയാം. എൻ്റെ 28ാമത്തെ വയസ്സിലാണ് ഞാൻ ശാസ്ത്രീയമായി സംഗീതം പഠിക്കാൻ പോകുന്നത്. അന്നത്തെ ബുൾബുൾ തരംഗിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളത് കാരണം, അതുമാത്രമല്ല ഇത് പഠിപ്പിക്കാനുള്ള മാഷ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹാർമോണിയം പഠിപ്പിക്കുന്ന ഒരു മാഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 28ാമത്തെ വയസ്സിൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഹാർമോണിയത്തിൽ പഠിച്ചു. അങ്ങനെയാണ് എൻ്റെ ക്ലാസിക്കൽ മ്യൂസിക്കിലേക്കുള്ള ഒരു എൻട്രി തുടങ്ങുന്നത്. അത് ഉദ്ദേശം ഒരു 2 വർഷം ഞാൻ അനന്ത് ന്യായൽക്കർക്കർ എന്ന് പറഞ്ഞ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല മ്യൂസീഷ്യനായിരുന്നു, ഹാർമോണിയം പ്ലെയർ. അങ്ങേരുടെ അടുത്ത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിൻ്റെ സ്ട്രക്ചറും താളത്തിൻ്റെ ഫോർമേഷൻസും ഒക്കെ പഠിച്ചു. ഈ ഹാർമോണിയം പഠനം പിന്നീട് ഇതിലേക്ക് വന്നപ്പോൾ സഹായകമായി? ഡെഫിനറ്റ്ലി. കാരണം ഞാൻ എപ്പോഴും ഏത് വേദികളിലും പറയും, ക്ലാസിക്കൽ മ്യൂസിക്കിലേക്കുള്ള എൻ്റെ ഇൻട്രസ്റ്റ് വന്നത് തന്നെ അന്ന് ഹാർമോണിയം പഠിക്കാൻ പോയപ്പോഴാണ്. അതുമാത്രമല്ല, അതിനൊരു പുറകിലൊരു ചെറിയ കഥയുണ്ട്. ഞാൻ സയൻസ് വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സും ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ സ്ട്രക്ചറും ഫോർമേഷനും നോട്ട്സും താളവും കൂടിയുള്ള ആ ഒരു സമ്മിശ്രണം 100% മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സ് ആണ് എന്നെ മ്യൂസിക്കിലേക്ക് എൻ്റെ ഇൻട്രസ്റ്റ് വളർത്തിയത്. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, മാത്തമാറ്റിക്കലി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റില്ല, ആസ്വദിക്കാനും പറ്റില്ല. പക്ഷെ അതറിഞ്ഞാൽ മാത്രമേ ഇത് അല്ലേ? പിന്നീട് പഠിക്കാനുള്ള ശ്രമം പിന്നെ എവിടെയൊക്കെ എത്തിച്ചു? അനന്ത് ന്യായൽക്കർക്കർ ഞാൻ പഠിച്ചത് 91-92 കാലഘട്ടത്തിലാണ്. അതിനുശേഷമാണ് 93-ലാണ് ഞാൻ US പോയത്. അവിടെ എനിക്ക് ഇതുപോലെ പഠിക്കാനായിട്ടുള്ളൊരു ഗുരുവിനെ കിട്ടിയില്ല. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഹാർമോണിയം തന്നെ പഠിക്കാനായിട്ട് അന്വേഷിച്ചു. ഹാർമോണിയം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ ഇവിടെ കൊച്ചിയിൽ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ കുറേ അന്വേഷിച്ചപ്പോഴാണ് ഏതോ ഒരു പ്രോഗ്രാമിൽ എവിടെയോ വെച്ച് TP വിവേകിനെ പരിചയപ്പെട്ടു. അങ്ങേര് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെ വിവേക് ജി വോക്കലും ഞാൻ ബുൾബുളുമായിട്ട് ഏകദേശം 3 വർഷം ഞാൻ വിവേക് ജിയുടെ വീട്ടിൽ പോയി വിവേക് ജി പാടുന്ന ക്ലാസിക്കൽ സ്ട്രക്ചർ വെച്ചിട്ട് ബുൾബുൾ ഫോളോ ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ബുൾബുൾ തരംഗിൽ വായിച്ച പാട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതല്പം കേട്ടാലോ? ഷുവർലി. ഇത് ആവാരാഹു എന്ന് പറഞ്ഞൊരു പാട്ടാണ്. മുകേഷും രാജ് കപൂറും കൂടി ചേർന്നിട്ടുള്ള ഒരു വളരെ 50കളിലെ പാട്ടാണ്. അതെ. അന്നത്തെ ബുൾബുളിൽ നമുക്ക് ക്ലാസിക്കലോ അല്ലെങ്കിൽ സെമി ക്ലാസിക്കലോ സ്ട്രക്ചറിലുള്ള പാട്ടുകൾ വായിക്കാൻ പറ്റില്ലായിരുന്നു. അത് കാരണം സിമ്പിളായിട്ടുള്ള ഫോർമേഷൻസ് ഉള്ള കോമ്പോസിഷൻസ് മാത്രമേ വായിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നീടാണ് അതിനുതകുന്ന തരത്തിലേക്ക് ഈ ഉപകരണം മാറ്റിയെടുത്തതല്ലേ? അതെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബുൾബുൾ എന്ന് പറഞ്ഞ ഉപകരണം വായിക്കില്ല എന്ന് ഒരു തീരുമാനമെടുത്ത് വേറെ ഒരുപാട് ഇൻസ്ട്രുമെൻ്റ് ഞാൻ പരീക്ഷിച്ചു. ഹാർമോണിയം ആദ്യം പഠിച്ചു. അതിനുശേഷം ഗിറ്റാർ പഠിക്കാൻ തുടങ്ങി. മെലോഡിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലോ ചെയ്ത് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്ത് പഠിച്ചു. പക്ഷേ ഒരു പോയിന്റിൽ ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഞാൻ കൃഷ്ണകുമാർ സാർ എന്ന് പറഞ്ഞ സിത്താർ വായിക്കുന്ന നല്ലൊരു സിത്താർ മാസ്റ്ററുമാണ്. അങ്ങേരുടെ അടുത്ത് ഞാൻ പോയി ഗിറ്റാറിൽ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാമെന്ന് പറഞ്ഞാണ് പോയത്. അതിനിടയ്ക്ക് എനിക്ക് എൻ്റെ ബുൾബുളിൽ വായിച്ച ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ കൃഷ്ണകുമാർ സാറിന് അയച്ചു കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു, നീ ഇനി എല്ലാം നിർത്തിക്കോ, ഇത് മാത്രമേ വായിക്കാൻ പാടുള്ളൂ. തീരുമാനമായി. അപ്പോൾ അങ്ങനെ അവിടുന്നാണ് അതൊരു ഉദ്ദേശം. ഒരു 7 വർഷം മുമ്പ് ആ ഒരു പോയിന്റിലാണ് ട്രാൻസിഷൻ വന്നിട്ട് ഞാൻ മറ്റെല്ലാ ഉപകരണങ്ങളും ലിറ്ററലി നിർത്തിയിട്ട് ബുൾബുളിലേക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിലേക്ക് ഇതിലേക്ക് തന്നെ മടങ്ങി വന്നു. 20 വർഷത്തിൽ കൂടുതലുള്ള ഗ്യാപ്പിന് ശേഷമാണ് വന്നത്. സ്ട്രിങ് ഉണ്ടോ ഇതിന്? സ്ട്രിങ് ഉണ്ട്. ഹാർമോണിയത്തിൽ ഒരു സ്ട്രിങ് പിടിപ്പിച്ചാൽ ബുൾബുളായി എന്ന് അല്ല, വായിക്കുന്നത് കണ്ടിരിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. അങ്ങനെ സങ്കല്പിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസ്ട്രുമെൻ്റ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. പല ഇൻസ്ട്രുമെൻറ്റ് മാനുഫാക്ചറേഴ്സും ഇതിനെ റൈറ്റ് ഹാൻഡ് ആയിട്ട് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷണൽ എഫേർട്ടും കൺസ്ട്രക്ഷണൽ കോംപ്ലക്സിറ്റി കാരണം അത് റൈറ്റ് ഹാൻഡ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ശരി. അപ്പോൾ അത് കാരണം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ശീലിച്ച ആൾക്കാരോ നാച്ചുറലി ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ട് അവർക്ക് മാത്രമേ പറ്റുള്ളൂ. അത് കാരണം അത് എനിക്കൊരു അഡ്വാൻറ്റേജ് ആയി വന്നു. പക്ഷേ ഇന്ന് ഞാൻ ആംബിഡെക്സ്ട്രസ് ആണ്, 2 കൈ ഉപയോഗിക്കും. പല്ല് തേക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ്. എനിക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 2 കൈകളും ഒരുപോലെ അല്ല, ഒരുപോലെ പറ്റില്ല. ഉദാഹരണത്തിന് എനിക്ക് ചുമരിൽ ആണി തറയ്ക്കണമെങ്കിൽ റൈറ്റ് ഹാൻഡ് കൊണ്ട് പറ്റില്ല, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പറ്റില്ല. അപ്പോൾ അതായത് ഇടംകയ്യനാണ് അല്ലേ? പക്ഷെ എഴുതുന്നത് റൈറ്റ് ഹാൻഡ് കൊണ്ടാണ്. എനിക്ക് നാച്ചുറലി വന്നിരിക്കുന്ന എഴുത്ത് പഠിക്കുമ്പോഴും റൈറ്റ് ഹാൻഡ് കൊണ്ടാണ്. അപ്പോൾ സ്പോർട്സ് കളിക്കുമ്പോൾ റൈറ്റ് ഹാൻഡറാണ്. പക്ഷെ ചില കാര്യങ്ങൾ പല്ല് തേക്കാൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് അസാധാരണമാണ് പറയും. ഇതിന് ഇങ്ങനെ ഒരു പരിമിതി ഉണ്ട് അല്ലേ? അത് ഇടത് കൈ കൊണ്ട് സ്വാധീനത്തിലാക്കാൻ പറ്റിയ ഒരു ഉപകരണമാണിത്. വലത് കൈ കൊണ്ട് സാധിക്കുകയുമില്ല. അപ്പം അതുകൊണ്ടാവും ഇതിന്റെ പ്രചാരം കുറച്ച് കുറവായിട്ടുള്ളത് അല്ലേ? അതൊരു കാരണമുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നൊരു 70s അല്ലെങ്കിൽ 80s ആണ് ഡിജിറ്റൈസേഷൻ ഓഫ് മ്യൂസിക് എന്നുള്ള കൺസെപ്റ്റ് വന്നത്. ഡിജിറ്റൈസേഷൻ വന്നപ്പോഴുള്ള പ്ലസും മൈനസും എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മൾ കേൾക്കുന്ന എല്ലാ ടോൺസും കീബോർഡിലേക്ക് പോർട്ട് ചെയ്യാൻ തുടങ്ങി. സിത്താറിൻ്റെ ശബ്ദങ്ങൾ, ഫ്ലൂട്ടിൻ്റെ ശബ്ദങ്ങൾ, അങ്ങനെ ബുൾബുളിൻ്റെ ശബ്ദവും അതിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറുടെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡ്യൂസറുടെ പെർസ്പെക്റ്റീവിൽ ഒരുപാടധികം വാദ്യോപകരണം ഉപയോഗിക്കാതെ തന്നെ സംഗീതം ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡ്. അങ്ങനെ ഫിലിം മ്യൂസിക്കിൽ നിന്ന് പതുക്കെ ബുൾബുൾ തരംഗ് പിൻവാങ്ങി. ഫിലിം മ്യൂസിക് ആണല്ലോ നമ്മുടെ മാസ് ഓഡിയൻസിന് നമ്മൾ കേൾക്കുന്നത് ഫിലിം മ്യൂസിക്. അവിടെയാണ് അതിനൊരു വിഡ്രോവൽ വന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇതൊരു സോളോ ഇൻസ്ട്രുമെൻ്റ് ആയി മാറിയില്ല. ഉദാഹരണത്തിന് നമ്മൾ സിത്താറോ വീണയോ സരോദോ ഒക്കെ എടുത്താൽ ഇതിനൊക്കെ നല്ല സോളോ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടൊരു പൊസിഷനിങ് ഉണ്ട്. അങ്ങനെ ഒരു മ്യൂസീഷ്യൻ ഇതിനെ സോളോ ആക്കി കൺവേർട്ട് ചെയ്യാനും പറ്റിയില്ല. അപ്പൊ അവിടെയാണ് ഇതിനൊരു. മലയാളത്തിൽ സലിൽ ചൗധരി ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? മലയാളത്തിൽ ഞാൻ ഏറ്റവും കേട്ടിരിക്കുന്ന പാട്ട് നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു പാട്ട്. അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബുൾബുൾ തരംഗിൽ നമ്മൾ വിഷ്വലി കാണാൻ പറ്റുന്ന ഒരു പാട്ട്. ആ പാട്ടില് ഈ ബുൾബുൾ തരംഗ് ഉപയോഗിച്ചിട്ടുണ്ട്. ബുൾബുൾ തരംഗ് പ്രേം നസീർ വായിക്കുന്നതായിട്ടുള്ളൊരു വിഷ്വൽ ഷോട്ട്. വിഷ്വൽ മാത്രമാണ് അല്ല, ബുൾബുൾ ഉപയോഗിച്ചു. അതാരാണ് വായിച്ചത് ആ കാലത്ത്? അതെനിക്ക് അറിയില്ല. നമ്മൾ അതാണ് അജ്ഞാതനായ ഒരു കലാകാരനായിട്ട് നിൽക്കുകയാണ്. അറിയാവുന്നവരുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് മലയാളത്തിലെയാണോ ഹിന്ദിയിലെയാണോ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേട്ടിട്ട് തുടരാം? ഡെഫിനറ്റ്ലി നാളികേരത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള പാട്ട് തന്നെ ഞാൻ വായിക്കാം. ആ പാട്ടിൻ്റെ പുറകിലും ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ലൈനുണ്ട്. ഞാൻ REC വാറങ്കലിലാണ്, ഇന്ന് NIT വാറങ്കലിലാണ് പഠിച്ചത്. വളരെയധികം റാഗിംഗ് ഉള്ള കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. റാഗിങ്ങിൽ നിന്ന്, അത് മലയാളികളായിരുന്നു ഏറ്റവും കൂടുതൽ റാഗിങ് ചെയ്യാറുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എൻ്റെ മാർഗമായിരുന്നു ഈ പാട്ട് വായിച്ച് സീനിയേഴ്സിനെ കേൾപ്പിക്കുക. അതാ നോസ്റ്റാൾജിയ. അവര് കേരളത്തിലെ പച്ചപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡ്രൈ ആയ വാറങ്കലിൽ വന്ന് താമസിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഉള്ള ഒരു സുഖം അത് തന്നെ റാഗിങ്ങിൽ നിന്ന് ഒരുപാട് രക്ഷപ്പെട്ടു. അപ്പൊ അത് നമുക്ക് കേൾക്കാം അല്ലേ?
മനോഹരമായിട്ടാണ് വായിച്ചത്. പഴയ കാലത്തിലേക്ക് എങ്ങോ നമ്മൾ ഒഴുകി പോകുന്നതായിട്ടൊക്കെ തോന്നി. അപ്പോൾ ഇതാണ് റാഗിങ്ങിൽ നിന്ന് രക്ഷിച്ച ഒരു പാട്ടല്ലേ. അപ്പോൾ മലയാളത്തിൽ രാഘവൻ മാഷ് ഇത് ഉപയോഗിച്ചു, പിന്നീട് നെല്ലിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ലതാ മങ്കേഷ്കർ പാടിയ പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഇന്റർലൂഡ്സ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കദളി ചൻ കദളി എന്നുള്ള പാട്ടിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബിറ്റ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കോളേജ് പഠനകാലത്ത് റാഗിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നീട് ക്യാമ്പസിൽ ഈ ഉപകരണം ഒരുപാട് സമയം ഉപയോഗിക്കേണ്ടി വന്നോ, വായിക്കേണ്ടി വന്നോ? കോളേജിൽ ആക്ച്വലി ഒരുപാട് സമയം വേദികളിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ആനുവൽ ഡേക്ക് ഒരു പാട്ട് മാത്രമേ എനിക്ക് വായിക്കാൻ പറ്റാറുള്ളൂ. പക്ഷേ എൻ്റെ പഠനകാലത്ത് ഞാനൊരു ഇൻട്രോവേർട്ടാണ് പൊതുവെ ബൈ നേച്ചർ. കോളേജിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുന്നത് പോലെ വളരെ അപൂർവമായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഇമോഷൻസും ഫ്രസ്ട്രേഷൻസും എല്ലാം വരുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്ലെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു. അത് ശരി. അങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇൻസ്ട്രുമെൻറ്റിൽ കൂടുതൽ ഇമോഷണൽ സ്ട്രക്ചർ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഞാൻ പുറകോട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഞാനിത് പഠിച്ചിട്ടില്ല. പഠിക്കാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഇൻസ്ട്രുമെൻ്റ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ഇമോഷൻ്റെ ഒരു ഔട്ട് പോറിങ്, ഒരു ഔട്ട്ലെറ്റ് ആയിരുന്നു ബുൾബുൾ. അതിനുവേണ്ടി മാത്രമാണ് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് അല്ലേ? അപ്പൊ പ്രൊഫഷൻ ശരിക്കും ഒരു സംഗീതജ്ഞൻ എന്ന വിഭാഗത്തിലാണോ? അല്ല, ഞാൻ ഇപ്പോഴും പറയും ഞാനൊരു വളരെ അമച്വർ മ്യൂസീഷ്യനാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും തമാശയ്ക്കായി പറയും, നമ്മൾ മൂക്കില രാജ്യത്തെ മുറിമൂക്കൻ രാജ എന്ന് പറയുന്ന പോലെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വായിക്കാൻ പറ്റാത്തത് കൊണ്ടും പിന്നെ ഇൻസ്ട്രുമെൻ്റ് പുറകോട്ട് പോയത് കാരണവും പിന്നെ ഏതോ ഒരു കാലഘട്ടത്തിൽ സിറ്റുവേഷണലായിട്ട് ഞാനിതിലേക്ക് തിരിച്ചു വന്ന കാരണമാണ് ഇതിനെ എനിക്ക് നന്നായി പൊസിഷൻ ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ പ്രൊഫഷൻ ഞാനൊരു മ്യൂസീഷ്യനല്ല, ഞാനൊരു എഞ്ചിനീയറാണ്. വാറങ്കലിലാണ് പഠിച്ചത്. അതിനുശേഷം പല കമ്പനീസിലും ഞാൻ വർക്ക് ചെയ്തു. 10 വർഷം അമേരിക്കയിലുണ്ടായിരുന്നു, ഹ്യൂലറ്റ് പാക്കാർഡിൽ. നമ്മൾ ഇന്ന് ഡെഫിനിഷനിൽ ഡീപ്പ് ടെക്നോളജി എന്ന് പറയുന്ന ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. യാതൊരു സംഗീതമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്തൊരു മേഖലയാണ്. പക്ഷേ അന്നൊക്കെ ടെക്നോളജിയോടൊപ്പം ഇതും കൂടെ കൊണ്ടു നടന്നിരുന്നു, സമാന്തരമായിട്ട് പോയിരുന്നോ? ഏകദേശം സമാന്തരമായിട്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും അമേരിക്കയിൽ പോയി ഞാൻ ഏറ്റവും ആദ്യം വാങ്ങിയിരിക്കുന്ന ഒരു ഉപകരണം കീബോർഡായിരുന്നു. അതിൽ ഞാൻ പഠിച്ച ലെസൺസ് ഒക്കെ ഞാൻ റിവൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ മ്യൂസിക്കിനോടുള്ള കേൾക്കാനുള്ള ആഗ്രഹവും അതുപോലെ പരീക്ഷിക്കാനുള്ള ആഗ്രഹവും ഏത് കാലത്തും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് എന്നാ തിരിച്ചു പോകുന്നത്? 2003. കുടുംബമൊക്കെ അവിടെ ഉണ്ടായിരുന്നോ? അതെ, കൂടെ ഉണ്ടായിരുന്നു. വൈഫ് ഉണ്ടായിരുന്നു. മോള് 6 മാസമായപ്പോഴാണ് അമേരിക്കയിലേക്ക് വന്നത്. ജോലിയൊക്കെ ഉപേക്ഷിച്ചിങ്ങ് പോകുന്നതാണോ? ഉപേക്ഷിച്ചു വന്നതല്ല. മോള് ഒരു 8 വയസ്സായപ്പോൾ മോള് ഇന്ത്യയിൽ വളരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തിരിച്ചു വന്നതാണ്. അതിനുശേഷം കുറേ വർഷം ഞാൻ ഇന്ത്യയിൽ ജോലി ചെയ്തു. ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട്. ഞാൻ ചെയ്യുന്നത് മുഴുവൻ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ്. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഞാൻ ആ മേഖലയിലാണ്. അതും ടെക്നിക്കൽ മേഖല തന്നെയാണ്? ടെക്നിക്കൽ കുറവാണ്, കൂടുതലും ഡിസൈനും ആർക്കിടെക്ചറും പ്ലാനിങ്ങും, പിന്നെ ലീഡർഷിപ്പ് പ്രോഗ്രാംസ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാംസ്, അങ്ങനത്തെ പ്രോഗ്രാംസ്. വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക? അത് എപ്പോഴും എൻ്റെ അനാലിസിസിൽ ഞാൻ ഡെസ്റ്റിനിയിൽ ഒരുപാട് ബിലീവ് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ പലപ്പോഴും പറയും, നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യും, ദൈവം നമുക്ക് വേണ്ടി വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യും. അങ്ങനെ വന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മൾ കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളും നമുക്ക് വേറെ ആർക്കെങ്കിലും പകർന്നു കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ജേർണി. ബുൾബുൾ തരംഗ് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, പഠിപ്പിക്കാനുള്ള ലെവലിൽ ഞാനിപ്പോൾ എത്തിയിട്ടില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് വളരെ റീസെൻ്റ്ലി. നമ്മളൊരാളെ പഠിപ്പിക്കുമ്പോൾ ഇമോഷണലി പഠിപ്പിക്കാൻ പറ്റില്ല. ആദ്യം നമുക്ക് സ്ട്രക്ചർ പഠിപ്പിക്കണം, ഫൗണ്ടേഷൻസ് പഠിപ്പിക്കണം. അപ്പം ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പോയിന്റ് കഴിഞ്ഞാൽ തിരിച്ച് എനിക്ക് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. പഠിപ്പിക്കാൻ മാത്രം ഉള്ള ജ്ഞാനം ഇപ്പോൾ ഇല്ലെന്നാണ് എൻ്റെ അനാലിസിസ്. സ്വയം ബോധ്യപ്പെട്ടു. ഇനി നമുക്കൊരു നല്ലൊരു പാട്ട് കേട്ടിട്ട് തുടരാം. ഞാൻ സാധാരണ സ്റ്റേജിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗത്തിലുള്ള ഒരു ചെറിയ സ്ട്രക്ചർ ഞാൻ വായിക്കാം. ഇത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആക്കിയിരിക്കുന്നത് റാഷിദ് ഖാൻ എന്ന് പറഞ്ഞ ഹിന്ദുസ്ഥാനി അങ്ങേരിപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, അൽബേല സാജൻ ആയോരി എന്ന് പറഞ്ഞുള്ള ഹിന്ദുസ്ഥാനി അഹിർ ഭൈരവിൽ 3 താളിലുള്ള ഒരു കോമ്പോസിഷനാണ്. അപ്പം നമുക്കിവിടെ തബലയില്ല, പക്ഷെ തബല മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ആ രാഗത്തിൻ്റെ സ്ട്രക്ചർ ആലാപ്പ് തൊട്ട് ഞാൻ വായിക്കാം.
മനോഹരമായിരുന്നു കേട്ടോ. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ചൊന്നും വലിയ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം അലിഞ്ഞു പോകുന്ന ഒരു ഫീലാണ്. ഒരുപാട് പാട്ടുകൾ ചിലപ്പോൾ ഇതിൽ പഠിച്ചിട്ടുണ്ടാവും, കച്ചേരികളൊക്കെ നടത്തിയിട്ടുണ്ടാവും. ഇതെനിക്കൊന്ന് വായിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഒരു പാട്ട് ഏതായിരിക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു എൻഡില്ല. കൗണ്ട്ലെസ് പാട്ടുകളാണ്. ഹിന്ദിയിൽ ഞാൻ പറയാം, പിന്നെ മലയാളത്തിലും പറയാം. ഹിന്ദിയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കോമ്പോസിഷൻസ് മദൻ മോഹൻ്റെ ആണ്. മദൻ മോഹൻ അൺഫോർച്ചുനേറ്റ്ലി മദൻ മോഹൻ്റെ പീക്കിൽ മദൻ മോഹനെ ആൾക്കാർ അത്ര റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിലും മദൻ മോഹൻ്റെ എല്ലാ പാട്ടുകളും ക്ലാസിക്കൽ രാഗങ്ങൾ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്ന പാട്ടുകളാണ്. അതിൽ എൻ്റെ അനാലിസിസ് ഏറ്റവും നന്നായി പാടിയിരിക്കുന്നത് ലതാ മങ്കേഷ്കറാണ്. അതിലെ ചില പാട്ടുകൾ എടുത്ത് ഞാൻ സ്റ്റേജിൽ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് കമ്പോസർ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറയുന്നത് ജോൺസൺ മാഷാണ്. ജോൺസൺ മാഷ് ഫോർമലി പാട്ടത്ര പഠിച്ചിട്ടില്ലെങ്കിലും ജോൺസൺ മാഷിന്റെ പാട്ടിന്റെ ഉള്ളിലുള്ള ഒരു സോൾ എന്ന് പറയുന്നത് അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത സോളാണ്. അപ്പോൾ ജോൺസൺ മാഷിന്റെ ചില പാട്ടുകളെടുത്ത് ഞാൻ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏത് പാട്ട് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചാൽ മന്നാടെ പാടിയിരിക്കുന്ന കുറച്ച് അപൂർവമായ ക്ലാസിക്കൽ പാട്ടുകളുണ്ട്. അത് ഇതുവരെ എനിക്ക് വേദികളിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ധൈര്യം വന്നിട്ടില്ല, കാരണം അത്രയ്ക്ക് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സാണ്. പക്ഷെ ഞാനത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വേദിയിൽ അത് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ട് എനിക്ക്. ഇവിടെ ഒന്ന് ട്രൈ ചെയ്യുന്നോ? അത് നോക്കട്ടെ, ഞാൻ ഒന്നോ രണ്ടോ ലൈൻ ശ്രമിച്ചു നോക്കാം. ഞാൻ നേരത്തെ ഇപ്പോൾ വായിച്ചിരിക്കുന്നത് രാഗം അഹിർ ഭൈരവ്. അത് മലയാളത്തിൽ അല്ലെങ്കിൽ കർണാടകയിൽ ചക്രവാകം എന്ന് പറയും. പിബരേ രാമരസം എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഭജൻ. ഇതിൽ മന്നാടെ പാടിയിരിക്കുന്ന ഒരു വളരെ മനോഹരമായ പാട്ടുണ്ട്, പൂച്ചോന കേസെ മേനെ റൈൻ ബിത്തായി. 100% അഹിർ ഭൈരവ് രാഗത്തിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. ഞാൻ ശ്രമിക്കാം. വളരെ മനോഹരമായൊരു പാട്ട്. ഓക്കെ, ഇനി മലയാളത്തിൽ വളരെ ഇഷ്ടപ്പെട്ട ആൾ ജോൺസൺ മാഷാണെന്ന് പറഞ്ഞു. ജോൺസൺ മാഷിൻ്റെ പാട്ട് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ജോൺസൺ മാഷിൻ്റെ പാട്ട് ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ ഞാൻ ആ പാട്ട് വളരെ കഷ്ടപ്പെട്ട് കുറേ പ്രാവശ്യം വായിച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത ഒരു ക്ലിപ്പ് അവിടെ കിടക്കുന്നുണ്ട്. ഏത് പാട്ടായിരുന്നത്? എൻ്റെ മൺവീണയിൽ എന്നുള്ള നേരം പുലരുമ്പോൾ.
അപ്പോൾ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നു, ഇവിടെ സ്വന്തമായിട്ടുള്ള സ്ഥാപനം തുടങ്ങി, പിന്നെ കുറച്ചൊക്കെ ബുൾബുൾ തരംഗിൽ എൻഗേജ്ഡായി, അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത് എന്ന് ആദ്യം പറഞ്ഞു. ഇപ്പോൾ കുടുംബം എങ്ങനെയാണ്? സംഗീതമയമാണോ? വളരെ നല്ലൊരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിവാഹത്തിന് ശേഷമാണ് സംഗീതത്തിൽ കുറച്ചും കൂടി ഡെപ്ത് വന്നത്. കാരണം എൻ്റെ വൈഫിൻ്റെ സൈഡിൽ നിന്നുള്ള എൻ്റെ ഫാദർ ഇൻ ലോയിനും അതുപോലെ തന്നെ വൈഫിൻ്റെ സിസ്റ്റർ, ഇവരൊക്കെ അത്യാവശ്യം നന്നായി സംഗീതം ആസ്വദിക്കുന്നവരും പഠിച്ചവരുമാണ്. എൻ്റെ ഫാദർ ഇൻ ലോ കച്ചേരികൾ സ്ഥിരമായി പോകുന്ന ആളാണ്, രാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. വൈഫ് മിനി 5 വർഷം വയലിൻ പഠിച്ചിട്ടുണ്ട്, ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുണ്ട്. വൈഫിൻ്റെ സിസ്റ്റർ മീര അത്യാവശ്യം നന്നായി പാട്ട് പാടും. വിവാഹത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് എനിക്ക് ഇതുപോലെ ക്ലാസിക്കൽ മ്യൂസിക്കിനോട് കുറേ കൂടി താല്പര്യം വന്നത്. ഫോർച്യുനേറ്റ്ലി ഒരു മക്കൾക്ക് 2 പേർക്കും വളരെ നല്ല സംഗീതത്തിൻ്റെ നോളജ് കിട്ടിയിട്ടുണ്ട്. മോള് 8 വർഷം കർണാട്ടിക് സംഗീതം പഠിച്ചിട്ടുണ്ട്, നന്നായി പാടും, വോക്കൽ. മകൻ പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഹിന്ദി പാടുന്നത് കേട്ട് മകൻ പഠിച്ചു. അതുമാത്രമല്ല, മകന് പഴയ പാട്ടുകൾ, ഉദാഹരണത്തിന് മന്നാടയുടെ പാട്ടുകൾ, റഫിയുടെ പാട്ടുകൾ, കിഷോർ കുമാറിന്റെ പാട്ടുകളൊക്കെ തലത് മെഹമ്മൂദ് ഒക്കെ വളരെ ഇഷ്ടമാണ്, പാടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഇപ്പോഴൊരു സംഗീതത്തിന്റെ പാരമ്പര്യം നമ്മുടെ കുടുംബത്തിലുണ്ടെന്ന്. ഇവരിൽ ആരെങ്കിലും ബുൾബുൾ തരംഗ് പരിശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, പരിശ്രമിച്ചിട്ടില്ല. ഞാൻ എൻകറേജ് ചെയ്യാറുണ്ട്, പക്ഷെ അവര് ഇൻസ്ട്രുമെന്റിലേക്ക് വരുന്നില്ല. അവരുടെ ഇൻട്രസ്റ്റ് കൂടുതലും വോക്കലാണ്. അവരത് പ്രൊഫഷൻ ആക്കിയിട്ടുണ്ടോ? ഇല്ല, പ്രൊഫഷൻ ആക്കിയിട്ടില്ല. പാഷനാണ്. പാഷനിൽ പോയി. ഭാര്യ ജോലി ചെയ്യാണോ അതോ? വൈഫ് ഒരു IT കമ്പനിയിലെ ക്വാളിറ്റി കൺട്രോളാണ്. സംഗീതം ഇപ്പോൾ പെർഫോം ചെയ്യുന്നില്ല, പക്ഷേ കേൾക്കാൻ നല്ല താല്പര്യമുണ്ട്. ഞങ്ങൾ മിക്ക കച്ചേരികളും, ഇവിടെ ഉള്ള എല്ലാ കച്ചേരികളും ഞങ്ങൾ കേൾക്കാറുണ്ട്. ആകാശവാണിയിലെ ഓഡീഷന് വന്നിട്ടുണ്ടോ? ഇല്ല, ഓഡീഷനായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഞാൻ സമകാലികത്തിനുള്ള ബൈറ്റ്സ് റെക്കോർഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് സംഗീത പ്രധാനമായ വിഷയങ്ങളിലാണോ? അല്ല, സംഗീതം മാത്രമല്ല, ടെക്നോളജി ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പാഷൻ സസ്റ്റൈനബിലിറ്റി ആണ്, സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ലിവിങ്, അതിനെ പറ്റിയുള്ള ബൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു വളരെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ്, അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. കൊച്ചി ആകാശവാണിയുടെ സമകാലികം പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? ആകാശവാണി കുട്ടിക്കാലം മുതൽ കേൾക്കാറുണ്ടായിരുന്നോ? ഡെഫിനറ്റ്ലി. കാരണം ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഇന്നത്തെ പോലെ ചാനൽസ് ഇല്ലല്ലോ, വളരെ ചുരുക്കം ചാനൽസേ ഉള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ സംഗീതം കേൾക്കാൻ പറ്റുന്നത് ഓൾ ഇന്ത്യ റേഡിയോ അല്ലെങ്കിൽ റേഡിയോ സിലോൺ. നോർത്തിലൊക്കെ ജീവിക്കുന്ന കാലത്ത് ഛത്തീസ്ഗഡില് ഹിന്ദി പാട്ടുകളായിരിക്കും കേട്ടിരിക്കുക ആദ്യകാലത്ത്. കൂടുതലും ഹിന്ദിയാണ്. അമ്മയ്ക്ക് മലയാളത്തിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ളത് കാരണം മലയാളം കേൾക്കാറുണ്ട്. റേഡിയോ സിലോൺ. അപ്പൊ അന്ന് മുതലേ റേഡിയോയുമായിട്ടൊരു അടുപ്പം വന്നിട്ടുണ്ട്. റേഡിയോ ആയിട്ടുള്ള എൻ്റെ അടുപ്പം ഒരിക്കലും പോയിട്ടില്ല. ഞാനൊരു ചെറിയ ട്രാൻസിസ്റ്ററും കൊണ്ടാണ് കോളേജിൽ പോയിരുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിലുള്ള കാലഘട്ടത്തിൽ എപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴും ഞാൻ റേഡിയോ ചാനൽസ് കേൾക്കാറുണ്ട്. തിരിച്ചു വന്നതിന് ശേഷം ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലൊക്കെ ആകുമ്പോൾ ഏത് സ്റ്റേഷനാണ് കേട്ടിരുന്നത് കൂടുതൽ? അമേരിക്കയിൽ ചില ഇന്ത്യൻ സ്റ്റേഷൻസ് സ്പെഷ്യലി വീക്കെൻഡ്സിൽ വരാറുണ്ട്, അവിടുത്തെ ലോക്കൽ ചാനൽസ്. പക്ഷെ അന്ന് എനിക്ക് സംഗീതം കൂടുതൽ പഠിക്കണമെന്നും കേൾക്കണമെന്നും ആഗ്രഹമുള്ള കാരണം വെസ്റ്റേൺ ക്ലാസിക്കൽ മാത്രമായിട്ടുള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു. ചാനലിന്റെ നമ്പർ ഞാൻ മറന്നുപോയി. കണ്ടിന്യൂസ്ലി വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് അത് കേട്ടിരുന്നു. വെസ്റ്റേൺ മ്യൂസിക്സ് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റുമോ? വെസ്റ്റേൺ മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റും. വെസ്റ്റേൺ മ്യൂസിക്കിൽ ബുൾബുൾ തരംഗ്, അല്ലെങ്കിൽ അതിന് പല പേരുകളുണ്ട്, ഷാഹി ബാൻജോ എന്നൊക്കെ പറഞ്ഞ് ആ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്ന കുറച്ച് മ്യൂസീഷ്യൻസിനെ വർക്കുകൾ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് വായിക്കാൻ അറിയില്ല, കാരണം വെസ്റ്റേൺ വായന രീതി വേറെയാണ്. അവിടെ കുറെ കാലം ജീവിച്ച സമയത്ത് വെസ്റ്റേൺ പഠിക്കണമെന്ന് തോന്നിയിട്ടില്ലേ? വെസ്റ്റേൺ പഠിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ പിയാനോ ഒരു 6 മാസം പോയി പഠിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഇപ്പോഴുള്ള പ്രശ്നം, ഇപ്പോൾ ഞാൻ ബെർണി സാറിൻ്റെ അടുത്താണ് സംഗീതം പഠിക്കുന്നത്, ബെർണി ഇഗ്നിഷ്യസ് ടീമിൽ. ഫോർമലായിട്ട് നമ്മൾ സംഗീതം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ തെറ്റായ രീതിയിൽ പഠിച്ച് തിരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഏത് ലേണിംഗ് പ്രോസസ്സിലും അൺലേണിംഗ് ആൻഡ് റീലേണിംഗ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വെസ്റ്റേൺ ക്ലാസിക്കലിൽ ഫസ്റ്റ് ഫണ്ടമെന്റൽ പഠിക്കുന്ന നൊട്ടേഷൻസ് ആണ്. നൊട്ടേഷൻ പഠിക്കാതെ വെസ്റ്റേൺ ക്ലാസിക്കൽ പഠിക്കാൻ പറ്റില്ല. സ്റ്റാഫ് നൊട്ടേഷനും എല്ലാം നമ്മൾ പഠിക്കണം. അതെനിക്കറിയില്ല. അപ്പം അത് കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ നൊട്ടേഷൻ വെച്ച് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നിർത്തേണ്ടി വന്നു. പിയാനോ പഠിത്തം അവിടെ അവസാനിച്ചു അല്ലേ? ശ്രമിക്കാതിരുന്നത് കൊണ്ടല്ല, ശ്രമിച്ചു, പരാജയപ്പെട്ട് പിൻവാങ്ങി. ഓക്കെ, ബുൾബുൾ തരംഗാണ് നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല എന്ന് മനസ്സിലായി. അതെ. മലയാളത്തിലെ ജോൺസൺ മാഷിന്റെ പാട്ട് നമ്മൾ നേരത്തെ കേട്ടു.
വേറെ ഏത് മ്യൂസീഷ്യനാണ് ജോൺസൺ മാഷ് കഴിഞ്ഞാൽ ആകർഷിച്ചിട്ടുള്ളത്? അങ്ങനെ പറഞ്ഞാൽ എല്ലാ മ്യൂസീഷ്യൻസിനും എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്കും എൻ്റെ വൈഫിനുള്ളൊരു കോമൺ ആയിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസീഷ്യൻ രവീന്ദ്ര മാഷാണ്. രവീന്ദ്ര മാഷിൻ്റെ ആ ഒരു മ്യൂസിക്കൽ സ്ട്രക്ചറിൽ പല പല തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ച് കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു രീതി, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആസ് എൻ എവല്യൂഷൻ ഓഫ് എ മ്യൂസിക് ഡയറക്ടർ. അതിൻ്റെ തമിഴിലെ ഈക്വലൻ്റ് ആണ് ഇളയരാജ. AR റഹ്മാനെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇഷ്ടം ഇളയരാജയാണ്. കാരണം ഇളയരാജയുടെ ഫോർമേഷൻസ് വളരെ കോംപ്ലക്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവരുടെ പാട്ടുകൾ ഇതിൽ വായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വളരെ വളരെ ശ്രമിച്ചിട്ടില്ല. ഞാൻ രവീന്ദ്ര മാഷിൻ്റെ ഒരു പാട്ട് ഞാൻ സ്റ്റേജിൽ ശ്രമിച്ചിട്ടുണ്ട്, ശിവരഞ്ജനി രാഗത്തിലുള്ളത് 7 സ്വരങ്ങളും ഉള്ള പാട്ട്. അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പാട്ടുകളിലൊക്കെ ഉള്ളൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്പെഷ്യലി ഇളയരാജയുടെ ഏറ്റവും പഴയ പാട്ടുകളല്ലാത്ത എടുത്താലും രവീന്ദ്ര മാഷിനെ എടുത്താലും ഓർക്കസ്ട്രേഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രം വെച്ച് വായിക്കാൻ പറ്റുന്ന പാട്ടുകളല്ലാതെ. അപ്പോൾ അത് നമ്മളൊരു ബുൾബുൾ തരംഗ് പോലെ ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്ത് വായിച്ചാൽ അതിനൊരു കംപ്ലീറ്റ്നെസ് വരില്ല. കരോക്കെ ആയിട്ട് വായിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പം അത് വായിക്കാറില്ല. അപ്പം അവിടെയാണ് ഞാൻ ആ പാട്ടുകളിൽ നിന്ന് മാറി കുറച്ചും കൂടി പുറകോട്ടുള്ള ഇതുപോലെ ക്ലാസിക്കൽ അല്ലെങ്കിൽ സെമി ക്ലാസിക്കൽ സിമ്പിൾ ഓർക്കസ്ട്രേഷൻ വെച്ചുള്ള പാട്ടുകൾ എടുത്ത് സ്റ്റേജിൽ പ്രസന്റ് ചെയ്യും. അപ്പോൾ രവീന്ദ്ര മാഷിൻ്റെ പാട്ട് ഇപ്പോൾ വായിക്കാൻ സാധിക്കില്ല എന്നാണ് ഭംഗ്യന്തരയുടെ പറഞ്ഞത് അല്ലേ? അതൊരു എസ്കേപ്പിസമായിട്ട് നമുക്ക് തോന്നരുത്, പക്ഷെ ബുദ്ധിമുട്ടാണ് വായിക്കാൻ. ബുൾബുൾ തരംഗ് ഉപയോഗിച്ച് കച്ചേരി നടത്തിയിട്ടുണ്ടോ? കച്ചേരി ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ബുൾബുൾ തരംഗ് ഞാനൊരു ഉദ്ദേശം 2 വർഷം മുമ്പാണ് ഗ്രൂപ്പ് പെർഫോമൻസിൽ നിന്ന് മാറിയിട്ട് സോളോ ഫോമാറ്റിലേക്ക് മാറിയത്. കാരണം അതിന് 2-3 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എനിക്ക് ഡെപ്തിൽ മ്യൂസിക് പഠിക്കണം എന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ ഇൻസ്ട്രുമെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ഒരു ഉള്ളിലൊരു ആഗ്രഹം വന്നു. അങ്ങനെ ഒരു പരീക്ഷണം ചെയ്തു. ആദ്യത്തെ പരീക്ഷണം വിജയിച്ചു. അതിനുശേഷം ഞാനിപ്പോൾ 13 സോളോ സ്റ്റേജസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പരീക്ഷണം എവിടെയായിരുന്നു? ആദ്യത്തെ പരീക്ഷണം എടപ്പള്ളി തന്നെ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിലായിരുന്നു. അതെ അതെ. തബല വായിച്ചത് രത്നശ്രീ അയ്യരായിരുന്നു. കൂടെ TP വിവേക് കൂടെ വോക്കൽ പാടിയിരുന്നു. ഇൻട്രസ്റ്റിംഗ്ലി അതിൽ അന്നത്തെ ഓഡിയൻസിൽ എല്ലാ സെഗ്മെന്റിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു, കൊച്ചുകുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ. അപ്പോൾ ആ പരീക്ഷണം എൻ്റെ ഒരു അനാലിസിസിൽ അവിടെ വിജയിച്ചു. അതിനുശേഷം പല സ്ഥലങ്ങളിലും വായിച്ചു. ചങ്ങമ്പുഴ പാർക്കിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ വളർന്ന ബിലാസ്പൂരിൽ പോയി കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് ഗോപിനാഥ് മുതുകാടിൻ്റെ DAC എന്ന് പറഞ്ഞ സെൻറ്ററിൽ ഈ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ കൂടെ, അതിൽ സംഗീതം ചെയ്യുന്ന കുട്ടികളുണ്ട്, അവരുടെ കൂടെ 2 ദിവസം മുമ്പ് ഞാൻ അവിടെ പോയി അവരുടെ കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് ഒരു 25 മിനിറ്റ്സ് പ്രോഗ്രാം അവിടെ പ്രസന്റ് ചെയ്തിരുന്നു. അതെങ്ങനെയായിരുന്നു ആ അനുഭവം? വളരെ വളരെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രോബ്ലി വൺ ഓഫ് ദ റിച്ചസ്റ്റ് എക്സ്പീരിയൻസസ് പറയാം. കാരണം എൻ്റെ സങ്കല്പത്തിലുള്ള ഇവർക്ക് എങ്ങനെ മ്യൂസിക് വായിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ അവിടെ ചെന്ന് അവരുടെ കൂടെ ഇരുന്നപ്പോഴാണ് മനസ്സിലായത്. ഉദാഹരണത്തിന് തബല വായിക്കുന്ന കുട്ടിയുടെ റൈറ്റ് ഹാൻഡിൽ ഒരു ഫിംഗർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ലെഫ്റ്റ് ഹാൻഡിൽ 2 ഫിംഗർ. ഇത് വെച്ച് ഇവൻ വളരെ ഭംഗിയായി തബല വായിക്കുന്നുണ്ട്. അതുപോലെ കീബോർഡ് വായിച്ച പെൺകുട്ടി സിവിയർലി ഓട്ടിസ്റ്റിക് ആണ്. ഈ കുട്ടി എപ്പോഴാണ് സ്റ്റേജിൽ നിൽക്കുക, സ്റ്റേജിൽ നിന്ന് പുറത്തു പോകാമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ പ്രോഗ്രാമിൽ കണ്ടിന്യൂസ്ലി ആ കുട്ടി സ്റ്റേജിൽ നിന്ന് വായിച്ചു. അത്ഭുതമാണ്. ഈ കുട്ടിക്ക് ഒരു പാട്ട് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കീബോർഡിൽ വായിക്കാൻ പറ്റും, ഒറ്റ പ്രാവശ്യം. എനിക്കാണെങ്കിൽ ഒരു 20 പ്രാവശ്യം കേട്ടാൽ മാത്രമേ അത് ഒബ്സർവ് ചെയ്യാൻ. അത്രയ്ക്ക് കഴിവുണ്ട് അവരുടെ. ഓട്ടിസ്റ്റിക് ആണെങ്കിലും ആ ഒരു മേഖലയിൽ ഭയങ്കര കഴിവ്. അതൊരു വളരെ റിച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ പേരൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തു. റിച്ച് മാത്രമല്ല, നമ്മളെ ഗ്രൗണ്ടിങ് എന്ന് പറയും, ഗ്രൗണ്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റേജിൽ ബുൾബുൾ തരംഗ കച്ചേരികൾ നടത്തി എന്ന് പറഞ്ഞു. വളരെ അന്തർമുഖനായ ഒരു മനുഷ്യനാണ്. പിന്നെ മറ്റു പല ബിസിനസ് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നീടായപ്പോൾ ഇതൊക്കെ വളരെ പരിചിതമായി മാറിയോ? സ്റ്റേജ് പെർഫോമൻസ്, കച്ചേരികൾ, ഒരുപാട് സദസ്സുകൾ. അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് പിന്നീട്? ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ജനസിസ് എന്ന് പറയുന്നത്, ഞാനൊരു 20 വർഷം മുമ്പ് ബിസിനസ്സിൻ്റെ മെയിൻ രംഗത്തിൽ നിന്ന് മാറിയിട്ട് ട്രെയിനിങ് കണ്ടന്റ് ക്രിയേഷനും ട്രെയിനിങ് ഡെലിവറിയിലേക്ക് മാറി. അങ്ങനെ നമ്മൾ ആ ഒരു ട്രാൻസിഷൻ വരുമ്പോൾ നമുക്ക് അന്തർമുഖിയായിരിക്കാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണ് മനുഷ്യരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഒരു ഓഡിയൻസിനെ എൻഗേജ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പം അതൊരു പഠനമായിരുന്നു, സമയമെടുത്തു.
കാരണം ആദ്യമൊക്കെ എൻ്റെ കൈയും കാലും എല്ലാം വിറക്കിയായിരുന്നു. പക്ഷേ അത് പഠിച്ചെടുത്തു. കാരണം അവിടെ ഒരു ഉള്ളിൽ നിന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള ചിന്ത വന്നപ്പോൾ ഈ പേടികളെല്ലാം മാറി കിട്ടി. ഒരു അവതാരകനായിട്ട് പോലും മാറി അല്ലേ? മാറി. ആ ഒരു സിറ്റുവേഷൻ പറയാം. അവതാരകനായിട്ട് മാറിയെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഈവന്റ് കോർഡിനേഷൻ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ചില ക്ലബ്സ് ഞാൻ ലീഡ് ചെയ്യായിരുന്നു. ആ ക്ലബ്സിന്റെ തീംസ് പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവതാരകനായിട്ടാണ് മാറിയത്. പക്ഷെ അത് ചെയ്തപ്പോൾ മനസ്സിലായി അവിടെ എനിക്കത് ചെയ്യാൻ പറ്റും. സംഗീത മേഖലയിൽ വന്നപ്പോൾ ഞാൻ ഇനിഷ്യലി ആദ്യം ഞാൻ TP വിവേകിന്റെ ഹൃദയഗീത് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഞാൻ ബുൾബുൾ വായിക്കാറുണ്ട്. അങ്ങനെ ആ ചില പ്രോഗ്രാംസിൽ അവതരണം കൂടി ഞാൻ ഏറ്റെടുത്തു. കാരണം എനിക്ക് ഹിന്ദി പാട്ടുകളുടെ ഹിസ്റ്ററി ഒക്കെ അറിയാവുന്നത് കാരണം നല്ല നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറ്റാവുന്ന പോലെ മലയാളത്തിലും ഞാനത് പ്രസന്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഒരു ചെറിയൊരു ആങ്കർ റോളിലേക്ക് ഞാൻ മാറി. ആ ആങ്കർ റോള് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രോഗ്രാമിൽ ഒരു വർഷം മുമ്പ് സനൽ പോറ്റി എന്ന് പറഞ്ഞ വ്യക്തിയെ പരിചയപ്പെട്ടു. സനൽ പോറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അടുത്ത കാലത്ത് അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞതേ ഉള്ളൂ. അതെ, വളരെ സങ്കടകരമായ ദുഃഖകരമായ ഒരു വേർപാടാണത്. പറയാതിരിക്കാൻ പറ്റില്ല. ആ വേദിയിൽ സനൽ പോറ്റി ഒരു ചെറിയ ക്യാമിയോ റോൾ അവതാരകനായിട്ട് വന്നു. ആ പ്രോഗ്രാം ആങ്കർ ചെയ്ത് ഞാനായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം സനൽ പോറ്റിയെ പരിചയപ്പെട്ടത്. അദ്ദേഹം നല്ലൊരു ഗായകനാണ്. അതെ, അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ മലയാളം പ്രോഗ്രാംസ് ഞാൻ ഫോളോ ചെയ്യാത്തത് കാരണമായിരിക്കാം എനിക്ക് അദ്ദേഹത്തിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഈ ഒരു ഇന്ററാക്ഷനിൽ കൂടി ഒരു സ്പാർക്ക്, എവിടെയോ ഒരു മെന്റൽ കണക്ട് എനിക്ക് കിട്ടി. അതിനുശേഷമുള്ള ഇന്ററാക്ഷനിലാണ് സനൽ പോറ്റി എന്ന വ്യക്തിയെ പറ്റി എനിക്ക് ഇത്രയ്ക്കധികം പഠിക്കാൻ പറ്റിയത്, പരിചയപ്പെടാൻ പറ്റിയത്. ആദ്യം കാണുന്ന ആളെ പെട്ടെന്ന് അയാളുടെ ഹൃദയം കീഴടക്കുന്ന എന്തോ ഒന്ന് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുണ്ട് അല്ലേ? ഒരു പ്രത്യേകതരം സംസാരത്തിലും പെരുമാറ്റത്തിലും ഐ കോണ്ടാക്റ്റിൽ കൂടിയുള്ള കമ്മ്യൂണിക്കേഷനും വളരെ വളരെയധികം ആകർഷിച്ച ഒരു. അദ്ദേഹം ഇവിടെ ആകാശവാണിയുടെ നോവൽ പാരായണത്തിൽ നോവൽ വായിച്ചിട്ടുണ്ട്. മനോജ് കുറൂർ എഴുതിയ നിലം പൂത്തു മലർന്ന നാൾ എന്ന നോവൽ അദ്ദേഹമാണ് വായിച്ചത്. അതൊരു സംഘകാലത്തെ സാംസ്കാരിക പരിസരത്ത് നിന്നുകൊണ്ട് എഴുതിയ ഒരു നോവലാണ്. സംസ്കൃത വാക്കുകളൊന്നും തന്നെ ഉപയോഗിക്കാതെ തികച്ചും ദ്രാവിഡമായ വാക്കുകൾ മാത്രം ഉപയോഗിച്ച് ആ കാലത്തിൻ്റെ ഭാഷയുടെ പ്രത്യേകത, സംസ്കാരത്തിൻ്റെ പ്രത്യേകത എല്ലാം സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരു നോവലാണ്. സത്യം പറഞ്ഞാൽ അത് വായിച്ച് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. അദ്ദേഹം ഭംഗിയായിട്ട് അത് ഞങ്ങൾക്ക് വായിച്ചു തന്നു. നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ താങ്കൾക്ക് അദ്ദേഹമായിട്ടുണ്ടായ ഹൃദയബന്ധം ഈ അവസരത്തിൽ അതൊന്ന് ഓർമ്മിക്കുന്നത് വളരെ ഉചിതമാണെന്ന് തോന്നുന്നു. അതെ, വളരെ വളരെ ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു ഇൻട്രോവേർട്ടാണ്. എന്നെ ബ്രാൻഡ് ചെയ്യാനോ എൻ്റെ വർക്ക് പുറത്തേക്ക് പോകണം എന്നുള്ള താല്പര്യമൊന്നും എൻ്റെ ഉള്ളിലില്ല. അതിൽ വളരെയധികം എവിടെയോ എൻ്റെ കഴിവുകൾ സ്പോട്ട് ചെയ്തിട്ട് എന്നെ പൊസിഷൻ ചെയ്ത, എന്നെ ഈ ഒരു എക്സ്റ്റേണൽ ഫേസിങ് എനിക്ക് ബ്രാൻഡിങ് തന്നിരിക്കുന്ന വ്യക്തികളിൽ ഒരു വളരെ പ്രധാന റോള് നിർവഹിച്ച വ്യക്തിയാണ് സനൽ പോറ്റി. സനു സത്യൻ കൂടെ ഉണ്ട്. സനു സത്യൻ ആണ് കുറെ എൻ്റെ ബ്രാൻഡിങ് ചെയ്യുന്നത്. പക്ഷേ 2 മാസം മുമ്പ് മാതൃഭൂമിയിൽ എന്നെ പറ്റിയ ഒരു ഇന്റർവ്യൂ ഫോമാറ്റിൽ ബുൾബുളിനെ പറ്റിയ എൻ്റെ ജേണിയെ പറ്റിയ ഒരു ആർട്ടിക്കിള് സനൽ പോറ്റിയാണ് എഴുതിയത്. അത് കണ്ടിരുന്നു. വായിച്ചവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു. അത് കംപ്ലീറ്റ്ലി അതിന്റെ ഫുൾ ഓണർഷിപ്പ് എടുത്ത് ചെയ്തത് സനൽ പോറ്റിയാണ്. കുറച്ച് മാസങ്ങളെടുത്തു. ഞാൻ കുറച്ച് കാര്യങ്ങൾക്ക് ഇംഗ്ലീഷ്, എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല അത്ര ഡീറ്റെയിൽ ആയിട്ട്. മലയാളം വായിക്കാൻ അറിയാം, സംസാരിക്കാൻ അറിയാം. സംസാരിക്കുമ്പോൾ കുറച്ച് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ കലർന്നു വരും. പക്ഷെ ഇപ്പൊ ഇത്ര നേരം സംസാരിച്ചിട്ട് അത് തോന്നിയില്ല കേട്ടോ. മലയാളം ശരിക്കും അറിയാത്ത ഒരാളാണ് സംസാരിക്കുന്നത് എന്ന് തോന്നിയത്. എഴുതാൻ പക്ഷെ എനിക്ക് മലയാളം എഴുതാൻ അറിയാം, എന്നാൽ ആത്മവിശ്വാസം കുറവാണ്. അപ്പൊ അദ്ദേഹമാണ് അത് കംപ്ലീറ്റ്ലി മലയാളത്തിൽ നല്ല ഭാഷയിൽ എഴുതി പബ്ലിക്കേഷൻ ഫോമാറ്റിലാക്കിയത്. അതിനുശേഷം ഞാനും സനൽജിയും കൂടി ഞങ്ങൾ ഒക്ടോബർ 23-ാം തീയതി മഞ്ഞെന്ന് പറഞ്ഞ MTയുടെ നോവല് ഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്നുള്ള ഒരു പ്രാക്ടീസിലായിരുന്നു. പ്രസൻറ്റ് ചെയ്തത് സനൽ പോറ്റിയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അന്ന് എൻ്റെ ബുൾബുൾ തരംഗിനെ ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ഒരു ഡോക്യുമെൻ്ററി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഡോക്യുമെൻ്ററി പബ്ലിഷ് ചെയ്തു. ഡോക്യുമെൻ്ററിയുടെയും ലീഡ് ആങ്കറും അതിൻ്റെ കൺക്ലൂഷനെല്ലാം ചെയ്തിരിക്കുന്നത് സനൽ പോറ്റി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. സ്പോട്ട് സംസാരമാണ്, നമ്മളൊന്നും സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്യാമറയുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാലുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത കോൺഫിഡൻസ്.
നമുക്ക് സത്യം പറഞ്ഞാൽ മാധ്യമരംഗത്ത് വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഒരു കംബാക്ക് ട്രെയിനിലായിരുന്നു. അന്നത്തെ 23rd പ്രസന്റ് ചെയ്തപ്പോഴും പറഞ്ഞു, ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ്, തിരിച്ചു വരും, തിരിച്ചു വന്ന് ഇനിയുള്ള ജേണി ഇതിനേക്കാളും റിച്ചർ ആവുന്നുള്ള ഒരു മൈൻഡിലായിരുന്നു സർജറിക്ക് പോയിരുന്നത്. പക്ഷേ അതിനു മുമ്പേ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. ജീവിതം അങ്ങനെയാണ്, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ജീവിതത്തിൽ പലതും സംഭവിക്കുന്നത്. അദ്ദേഹം നല്ലൊരു ഗായകനായിട്ടും നല്ലൊരു അവതാരകനായിട്ടും ഒക്കെ പേരെടുത്ത ഒരാളാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേട്ടുകൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിച്ചാലോ? ഈ പാട്ട് ഒരു ലളിതഗാനമാണ്, പറയൂ നിൻ ഗാനത്തിൽ നിന്നുള്ള പാട്ട്. സനൽജിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, മധ്യമാവധി രാഗത്തിൽ. അപ്പോൾ ഈ പാട്ട് ഞാൻ അതിൻ്റെ കുറച്ച് ലൈൻസ് ബുൾബുളിൽ വായിക്കാം. നമ്മൾ ആരംഭിച്ചത് ബുൾബുൾ തരംഗിലാണെങ്കിലും നമ്മൾ അവസാനിപ്പിച്ചത് നമ്മെ വിട്ടുപോയ പ്രിയപ്പെട്ട ഒരു കലാകാരൻ്റെ ഓർമ്മയിലാണ്. അതുകൊണ്ട് തന്നെ ഈ അഭിമുഖം ദുഃഖസാന്ദ്രമായിട്ടാണ് അവസാനിക്കുന്നത്. ആകാശവാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ബുൾബുൾ തരംഗ് എന്ന സംഗീതോപകരണവുമായി ഇവിടെ എത്തി ഇത്ര നേരം ഞങ്ങളോട് സംഗീതസാന്ദ്രമായി തന്നെ സംസാരിച്ച അങ്ങേക്ക് നന്ദി. ആകാശവാണിയോടും എന്നെ ഇതിൽ വിളിച്ചണിച്ച് ഇത്രയധികം കോൺവെർസേഷണൽ മോഡിൽ ഇത് ഒരു നല്ല പ്രോഗ്രാമായി കൺവേർട്ട് ചെയ്തതിലും വളരെ നന്ദി. ഈ ബുൾബുൾ തരംഗിൻ്റെ ജേണിയിൽ എനിക്ക് അവസാനമായി പറയാനുള്ളത്, എൻ്റെ ഒരു വിഷനിൽ ഒരു 5 വർഷത്തിനുള്ളിൽ ഇതൊരു മെയിൻ സ്ട്രീം ഇൻസ്ട്രുമെൻ്റായി മാറണം. ഒരുപാട് പുതിയ കലാകാരന്മാരും കലാകാരികളും ഇത് വായിക്കണം, കുറേ കുട്ടികൾ ഇത് പഠിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു ജേണിയാണ് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 2030 എന്നാണ് എൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. 2030 ആകുമ്പോഴത്തേക്കും സ്റ്റേജിൽ നിന്ന് പിന്മാറി ഒരു ടീച്ചറായി അധ്യാപനം ആരംഭിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ, കാരണം അത് ആവശ്യമാണ്. അടുത്ത തലമുറയ്ക്ക് നമ്മൾ പഠിച്ച കലകളോ അല്ലെങ്കിൽ അറിവുകളോ പകർന്നു കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കണ്ടിന്യൂറ്റി വരില്ല. അതാണ് ഒരു ലക്ഷ്യം, ജീവിതത്തിലെ ഒരു ലക്ഷ്യമായിട്ട് എടുത്തിരിക്കുകയാണ്. വളരെ നന്ദി. താങ്ക് യു. ഇതുവരെ കേട്ടത് ബുൾബുൾ തരംഗ് വാദകൻ ഉല്ലാസ് പൊന്നാടി പങ്കെടുത്ത പരിപാടി. അഭിമുഖം നിർവഹണം പ്രീതി ജോസഫ്. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി ആത്മസഖി ആകാശവാണി സമാപിക്കുന്നു.